ഓഫീസിലെ എയർ കണ്ടീഷണറിൽ നിന്ന് തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടെങ്കിലും ആദിത്യൻ്റെ ഉള്ളിൽ ആകെ ഒരു പുകച്ചിലാണ്. കോൺഫറൻസ് റൂമിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചോദ്യങ്ങൾ അവനു നേരെ പ്രഹരം പോലെ വന്നു പതിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഏത് കാര്യത്തിനും കൃത്യതയും തീക്ഷ്ണതയും വെച്ചു പുലർത്തുന്ന ആ പഴയ ബിസിനസ് ടൈക്കൂൺ ആദിത്യൻ തന്നെയാണോ ഇതെന്ന് അവിടെയുള്ളവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. പക്ഷേ അവരുടെ ചോദ്യങ്ങളിലൊന്നും അവൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ ആ വീട്ടിൽ താൻ തനിച്ചാക്കി പോന്ന അനന്യയുടെ ഓർമ്മകളിൽ മാത്രമായിരുന്നു. ഒരു ചോദ്യത്തിന് പോലും വ്യക്തമായ മറുപടി നൽകാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ വാക്കുകളിലെ ഇടർച്ചയും മുഖത്തെ പരിഭ്രാന്തിയും കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും. അവൻ്റെ PA രമേശ് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി രമേശ് മെല്ലെ ആദിത്യൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. തികഞ്ഞ അച്ചടക്കത്തോടെ ശബ്ദം താഴ്ത്തി അവൻ ചോദിച്ചു, ബോസ്, ഈ മീറ്റിംഗ് നമുക്ക് നാളത്തേക്ക് മാറ്റിവെച്ചാലോ? അത് പിന്നെ രമേശ്. ആദിത്യൻ എന്തോ പറയാൻ ആഗ്രഹിച്ചു മടിച്ചു നിന്നു. പ്ലീസ് സർ. രമേശിൻ്റെ വാക്കുകൾ ഒരൽപ്പം ആശങ്ക നേലിച്ചു. താങ്കളിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ എടുക്കുന്ന ചെറിയ തെറ്റായ തീരുമാനം പോലും കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാക്കും സർ. ആദിത്യൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. നീണ്ടൊരു ദീർഘനിശ്വാസത്തിന് ശേഷം അവൻ പറഞ്ഞു, ശരി രമേശ്, നീ പറയുന്നതാണ് ശരി. മീറ്റിംഗ് നാളത്തേക്ക് മാറ്റാം. പറഞ്ഞു തീർത്തതും അവൻ ഒട്ടും വൈകാതെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. രമേശ് ഉടൻ തന്നെ വിദേശ ക്ലയൻറ്റുകളോട് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച് അവരെ യാത്രയാക്കി. തൻ്റെ സ്വകാര്യ ക്യാബിനിലെത്തിയ ആദിത്യൻ റോളിംഗ് ചെയറിലേക്ക് തളർച്ചയോടെ അമർന്നിരുന്നു. കാൽമേൽ കാൽ വഹിച്ചുകൊണ്ട് അവൻ കണ്ണുകളടച്ചു. കണ്ണുകളടച്ച ആ നിമിഷം വീണ്ടും ആ മുഖം തന്നെയാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. അവളോടുള്ള പ്രണയം, അതേസമയം മനസ്സിനെ കീഴടക്കിയ വികാരത്തെ അംഗീകരിക്കാനാവാതെ അടുത്ത ആത്മസംഘർഷവും അവൻ്റെ നെഞ്ചിൽ ഒരു കൊടുങ്കാറ്റായി ആളിക്കത്തി. ഇവൾ എങ്ങനെയാ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നിശബ്ദമായി പടർന്നു കയറിയത്? എപ്പോഴാണ്? അവൻ സ്വയം ചോദിച്ചു. ആദ്യം കണ്ടപ്പോൾ തോന്നിയ വിരക്തതയും അകൽച്ചയും ഓർക്കുമ്പോൾ അവന് ഇപ്പോഴും അത്ഭുതം തോന്നുന്നു. കണ്ടുമുട്ടിയ നിമിഷം മുതൽ താൻ വെറുക്കുകയും ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത അതേ പെൺകുട്ടി ഇന്നവൾ തൻ്റെ ഓരോ ശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അനന്യ. അവൻ സ്വയം നിയന്ത്രണം വിട്ട് പിറുപിറുത്തു. നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായി കടന്നു വന്നത്? ഒരു കാര്യത്തിലും ആരുടെ മുന്നിൽ ഇതുവരെ പതറാത്ത എന്നെ ഇന്ന് നീ ഒരൊറ്റ ദിവസം കൊണ്ട്. ഇപ്പോൾ ഏതു നിമിഷം അവളുടെ ഓർമ്മകൾ മാത്രമാണ്. കൺപോളകൾ ഒന്നടക്കുമ്പോഴും ഇരുട്ടിന് പകരം അവിടെ തെളിയുന്നത് അനന്യയുടെ ആ നിഷ്കളങ്കമായ മുഖമാണ്. ആ ചിരിയും പാവങ്ങളുമാണ്. താൻ പടുത്തുയർത്തിയ നിയന്ത്രണങ്ങളുടെയും പിടിവാശികളുടെയും കോട്ടകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾ തച്ചുടച്ചിരിക്കുന്നു. തനിക്കൊരിക്കലും കീഴടക്കാനാകില്ലെന്ന് കരുതിയ സ്വന്തം മനസ്സ് ഇന്ന് അവളുടെ ഓർമ്മകൾക്ക് മുന്നിൽ തോറ്റുകൊടുത്തിരിക്കുന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. വിദേശ ക്ലയൻറ്റുമായി മാസങ്ങളായി പ്ലാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഡീലായിരുന്നു ഇന്നത്. താൻ കാരണം, തൻ്റെ അശ്രദ്ധയില്ലായ്മ കാരണം അത് മുടങ്ങിയിരിക്കുന്നു. ഇവൾ എൻ്റെ കൂടെ, എൻ്റെ കണ്ണെത്തും ദൂരത്ത് ഉള്ളിടത്തോളം കാലം എനിക്ക് മനസ്സിരുത്തി ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എത്രയും വേഗം നല്ലൊരു ലേഡീസ് ഹോസ്റ്റൽ കണ്ടെത്തി ഇവളെ അങ്ങോട്ട് മാറ്റണം. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതവും ജോലിയും പഴയതുപോലെ ശാന്തമാകൂ, അവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം ഓഫീസിൽ ഒരു നിമിഷം പോലും തുടരാൻ അവന് കഴിഞ്ഞില്ല. അന്നത്തെ ബാക്കി ജോലികളും ഫയലുകളും PA ആയ രമേശിനെ ഏൽപ്പിച്ച ശേഷം നെഞ്ചിൽ തങ്ങി നിന്ന അസ്വസ്ഥതയോടെ ആദിത്യൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങി വീട്ടിലേക്ക് തിരിച്ചു. സോഫയിൽ ചാരിയിരുന്ന അനന്യ മന്ത്രിച്ചു. ഇതിനപ്പുറം എന്താണെന്നറിയില്ലല്ലോ. എന്തായാലും ഈ പാട്ട് മുഴുവനായി ഒരു തവണ കേട്ടിട്ട് ഒന്നും കൂടി പാടാം. പുതിയ പാട്ടാന്ന് തോന്നുന്നു. അപ്പോഴാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ആഹാ, ഈ സമയത്ത് ആരാണാവോ ആളുകളെ ശല്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? വല്ല സെക്യൂരിറ്റിയുമായിരിക്കും. അച്ഛനായിരിക്കുമോ എന്ന് കരുതി പ്രതീക്ഷയുടെ വാതിൽ തുറന്ന അനന്യ കണ്ടത് തൻ്റെ ഭർത്താവായ ആദിത്യനെ തന്നെയാണ്. പക്ഷെ അവളുടെ ആ രൂപം കണ്ടതും ആദിത്യൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചുപോയി. നെഞ്ചിൽ കൈവച്ച് അയ്യോ പ്രേതം എന്നവൻ അലറി വിളിച്ചു. ഇത് തൻ്റെ ഫ്ലാറ്റാണോ എന്നവൻ നോക്കി. ഉടൻ തന്നെ കണ്ണിലിട്ടിരുന്ന വെള്ളരിക്ക കണ്ണുകൾ പോലുള്ള വെള്ളരി കഷ്ണങ്ങൾ മാറ്റിവെച്ച് കാവേരി അവനെ രൂക്ഷമായി നോക്കി. നിങ്ങൾ എന്നെ കണ്ടാൽ പ്രേതത്തെ പോലെ തോന്നുന്നുണ്ടോ? മുഖത്ത് ഉറച്ചു നിന്ന കടലമാവ് കാരണം സംസാരിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ ചോദിച്ചു. നല്ലതുപോലെ ഉറച്ചുപോയി. കഴുകാനല്ലാതെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല.
എടി, മുഖത്ത് മുഴുവൻ കടലമാവും പൂശി വന്ന് നിൽക്കുമ്പോൾ ആരും പേടിച്ചു പോകില്ലേടി. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ നല്ല ജീവനും പോയി. ആദിത്യൻ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. എന്നെ കണ്ട എന്താ പ്രേതത്തെ പോലെ ഒക്കെ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ മുഖം മങ്ങിയത് കണ്ടപ്പോൾ കുറച്ച് കടലമാവിട്ട് മുഖമൊന്ന് തിളക്കമാക്കാം എന്ന് കരുതിയതാ. അതിനാ ഇതെല്ലാം വാരി തേച്ചത്. പിറുപിറുത്തുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. എൻ്റെ കണ്ണ, കഴിക്കാൻ വാങ്ങി വെച്ച വെള്ളരിക്ക എടുത്ത് എന്തൊരു കൂത്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പിറുപിറുത്തുകൊണ്ട് ആദിത്യൻ അവളുടെ പിന്നാലെ മുറിയിലേക്ക് ചെന്നു. സാർ, നിങ്ങൾക്ക് ഓഫീസിൽ ജോലിയൊന്നുമില്ലേ? എപ്പോഴും വീട്ടിൽ തന്നെയാണല്ലോ കറങ്ങി നടക്കുന്നത്? അവൾ ചോദ്യമറിഞ്ഞു. അത് ശരി, എൻ്റെ ഓഫീസ് ഞാൻ എപ്പോൾ വേണമെങ്കിലും വരും പോകും, എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയും ചെയ്യും. നീ എന്താ എൻ്റെ ഭാര്യയെ പോലെ ചോദിക്കുന്നത്? ഷർട്ടിൻ്റെ മടക്കുകൾ അയച്ചിട്ട് അവൻ മുന്നോട്ട് ആഞ്ഞപ്പോൾ അനന്യ ഭയന്ന് രണ്ടടി പിന്നോട്ട് മാറി. സാർ, എന്തായാലും സംസാരിക്കുന്നത് മാന്യമായി വേണം. അങ്ങനെ കൈ നീട്ടി അടുത്ത് വരാമെന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞവൾ അവനെ കൈ ചൂണ്ടി. എന്നാൽ ആദിത്യൻ ആ കൈ പിടിച്ച് ഒറ്റ തിരിച്ചിൽ അവളെ ചേർത്ത് പിടിച്ച് ആ കണ്ണുകളിലേക്ക് ഇമ വട്ടാതെ നോക്കി. രണ്ടുപേരുടെയും ഉള്ളിൽ പ്രണയത്തിൻ്റെ ഒരു ചെറു ചൂട് പടർന്നു. പെട്ടെന്ന് അനന്യയുടെ ശരീരം ചെറുതായി വിറക്കാൻ തുടങ്ങി. ആദിത്യൻ ശരീരമാവട്ടെ അവളെ കാണുമ്പോഴേക്കും അവൻ്റെ ശരീരം പനി പോലെ തിളച്ചു മറിയും. അവൻ്റെ ചൂട് അവളും അറിഞ്ഞു. സർ, പ്ലീസ് എന്നെ വിടൂ. തട്ടിത്തടഞ്ഞു വീഴുന്ന വാക്കുകളുടെ അവൾ അപേക്ഷിച്ചു. അവൻ മെല്ലെ കൈവിട്ട് അകന്നു മാറി. എന്താ ആദി ഇത്? ഇവളെ ഹോസ്റ്റൽ വിടാമെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ അവളെ അടുക്കാൻ ശ്രമിക്കുകയാണല്ലോ താൻ ചെയ്യുന്നത്. അവൻ്റെ മനസ്സ് അവനെ സ്വയം കുറ്റപ്പെടുത്തി. സാർ, നിങ്ങൾക്ക് എന്തു പറ്റി? രാവിലെയൊക്കെ എന്തൊക്കെയോ പറയുന്നു, ഇപ്പോൾ ഇതാ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. എന്താ നിങ്ങൾക്ക് പറ്റിയത്? അനന്യ സംശയത്തോടെ ചോദിച്ചു. എടി, കാണാനൊരു വെളുത്ത് കുലുങ്ങനെയുണ്ട്. ഇതിലും കൂടുതൽ സൗന്ദര്യം കൂട്ടാനാണോ ഈ കടലമാവ് മൊത്തം വാരി പൂശിയത് നീ മുഖത്ത്? മാവ് വെറുതെ പായാക്കാതെ പോടി. അവൻ വളരെ സാധാരണ മട്ടിൽ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഇയാൾ ഇതൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇങ്ങനെ ഉപദേശിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞ് അവൻ പോകുന്ന വഴിയിൽ പടികൾ ഓടിച്ചെന്ന് തടഞ്ഞു നിന്നു. വായി മാറ്, എനിക്ക് മുകളിലേക്ക് പോകണം അനന്യ, അവൻ പറഞ്ഞു. ഇല്ല സർ, ആദ്യം കാര്യം എന്താണെന്ന് പറയൂ. അവൾ അവൻ്റെ കയ്യിൽ തൊട്ടുനോക്കി. ശരീരം നന്നായി ചൂടായിരിക്കുന്നു. സർ, നിങ്ങൾക്ക് പല പനിയുമുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇതൊന്നും ആ പനിയുമൊന്നുമല്ല അനന്യ, നീ വായി മാറ് എന്ന് പറഞ്ഞ് അവളെ ഒരു വശത്തേക്ക് മാറ്റി അവൻ 5 പടികൾ മുകളിലേക്ക് ഓടിക്കയറി. പക്ഷെ അവൾ വീണ്ടും അവൻ്റെ മുന്നിൽ തടസ്സമായി നിന്നു. സർ, പനിയുള്ളത് കൊണ്ട് ശരീരം ഇങ്ങനെ തിളക്കുന്നത് നോക്കൂ. നിങ്ങളുടെ ശരീരം ചുട്ടുപൊള്ളുകയാണ്. പെണ്ണെ, നീ ചെറിയ കുട്ടിയാ, നിനക്കൊന്നും അറിയില്ല. ഇത് പനി കൊണ്ടുള്ള ചൂടൊന്നുമല്ല. ഞാൻ പോയൊന്ന് കുളിച്ചാൽ എല്ലാം ശരിയാകും. ദയവ് ചെയ്ത് നീ ഒന്ന് വായി മാറ്. എന്തൊക്കെയാ സാറേ പറയുന്നത്? പനിയുള്ളപ്പോൾ കുളിക്കാൻ പാടില്ല. നിങ്ങൾ മുറിയിലേക്കൊന്ന് പോക്ക്, ഞാൻ കുടിക്കാൻ നല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം, അവൾ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. എടി, നീ ദിവസവും ഉണ്ടാക്കി തരുന്ന കാപ്പി കണ്ടാൽ തന്നെ കഷായം ഇരിക്കുന്നത് പോലെ തോന്നാം. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ചുക്ക് കാപ്പി കൂടി തരാൻ പോവാ നീ? ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു. ഇയാൾക്കിതെന്ത് പറ്റി? അനന്യ അത്ഭുതത്തോടെ വീണ്ടും അവൻ്റെ മുന്നിലേക്ക് ഓടിയെത്തി. നോക്ക്, വെറുതെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത് നീ. പിന്നെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദിയാവില്ല. 2 ദിവസം കാത്തിരിക്കുന്നേ, അവൻ മുന്നറിയിപ്പ് നൽകി. അവൻ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. ഇയാൾക്കിതെന്ത് പറ്റി? എന്നെ കണ്ടുകൂടാത്ത ആളാ ഇപ്പോൾ കിടന്ന് തിളച്ച് തുള്ളുന്നത്. പാവം, പനിയും വെച്ചുകൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? അനന്യ ചിന്താകുഴപ്പത്തിൽ അവിടെ തന്നെ നിന്നു. പക്ഷെ അവൾക്കറിയില്ലല്ലോ അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയമാണെന്ന്. മുറിക്കുള്ളിൽ കയറി ആദിത്യൻ പെട്ടെന്ന് തന്നെ വാതിലടച്ച് കുറ്റിയിട്ടു. വസ്ത്രങ്ങൾ അയച്ചു വെച്ച് തോർത്ത് മാത്രം ഉടുത്ത് ഷവറിന് കീഴിലേക്ക് ചെന്നു നിന്നു. തണുത്ത വെള്ളത്തുള്ളികൾ അവൻ്റെ മേലേക്ക് പെയ്തിറങ്ങി. ഇത്രയും വർഷം ഞാൻ എൻ്റെ വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിച്ചതാണല്ലോ. ഇപ്പോൾ ഇവൾ അടുത്തു വരുമ്പോൾ മാത്രം എന്താ എൻ്റെ ശരീരം ഇത്രയധികം ചൂട് പിടിക്കുന്നത്? ഇതത്ര നല്ല ലക്ഷണമല്ല ആദി. നീ എന്തായാലും അവളെ നിന്നിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ നനയുമ്പോഴും അവൻ്റെ ഉള്ളിൽ ആ ചിന്ത കത്തുന്നുണ്ടായിരുന്നു.